ജഗദംബിക സാക്ഷാൽ പ്രകൃതി പരയന്റെ മകളാകുവാനിതാ തപസ്സിനൊരുങ്ങിനെ എന്നുണർത്തിച്ചു വേഗം ക്ഷീരോദതീരത്തിങ്കൽ ചെന്നു ചിൽസ്വരൂപിണി തന്നെ പൂജിച്ചു വാണാൻ. നിർവ്യാജം തപസ്സു ചെയ്ത ദക്ഷ പ്രജാപതി ദിവ്യസംവത്സരങ്ങൾ കഴിച്ചു 3000. എന്നതിന് ശേഷം സാക്ഷാൽ പരദേവത ദക്ഷൻ തന്നുടെ മുന്നിൽ ആവിർഭവിച്ചു വിളങ്ങിനാൾ. ഖഡ്ഗവും സരോജവും അഭയവരങ്ങളും കൈക്കൊണ്ട് ശോഭിക്കുന്ന 4 തൃക്കൈകളോടും മയ്യും നൽചന്തം തോറ്റു വണ്ടിയിടും നിറം ചേർന്ന മെയ്യോടും നീരോൽപ്പല ചാരുനേത്രങ്ങളോടും മണിജാലങ്ങളെയും മുണ്ടമാലകളെയും അണിഞ്ഞും മനോഹര ദശാന്വിതായും മുക്തകേശിയും ദിഗംബരയുമായും മധ്യാനാർക്ക സഞ്ചയ പ്രഭാവടലാഞ്ചിതയായും സുഖത്തിൻ പൃഷ്ഠത്തിങ്കൽ വാണുകൊണ്ടതിമാത്രം മഹാത്മ്യം കൂടും ദേവി ദക്ഷനോടരുൾ ചെയ്തു. ഹേ വത്സ, വേണ്ടും വരം നീ വരിച്ചാലും നിന്റെ അവശ്യം സാധിപ്പിക്കാം, നിന്നിൽ ഞാൻ പ്രസാദിച്ചു. ദേവി തന്നോടരുളപ്പാടി വണ്ണം കേട്ടപ്പോൾ ഉൾപ്പൂവിൽ വർദ്ധിച്ച ഭക്ത്യ ദക്ഷനിങ്ങനെ ചെന്ന. മാതാവേ നമസ്കാരം, നിന്തിരുവടിക്കൽപ്പം പ്രീതിയുണ്ടടിയനിൽ സാമ്പ്രതമെന്നാകിലോ. സന്ദേഹം കൂടാതെ മൽപുത്രിയായി ഭവിച്ചെന്റെ മന്ദിരം തന്നിൽ ജഗന്നായികയെ വിളങ്ങേണം. ദക്ഷനോടത് കേട്ടു ദേവി മരൾ ചെയ്തു. ത്രക്ഷണീശ്വരൻ പത്നീകാമൻ സംപ്രാർത്ഥിക്കയാൽ മുന്നേ ഞാൻ ജനിക്കണമെന്നുറച്ചിരിക്കുന്നു. സന്ദേഹമില്ല, ഭവൽ പുത്രിയായി പിറന്നു ഞാൻ. ഹരഗേഹിനിയായി ഭവിക്കുന്നതുണ്ട് നിന്നിൽ പെരുക സന്തോഷിച്ചൻ നല്ലൊരു തപസ്സിനാൽ. സ്വർണ്ണ ഗൗരാംഗിയായി സൗമ്യരൂപയായി നല്ല സുന്ദരഗാത്രിയായ മകളായി പിറക്കും ഞാൻ. പുറത്താലും തപ പുണ്യം ക്ഷയിപ്പോളവും തഥാ പാർത്തിയിടാം തവ പുണ്യം താവകം ക്ഷയിക്കുകിൽ. എന്നിലുൾപ്രിയം നിനക്കില്ലാതെയായിത്തീരും. അന്ന് ഞാനീ കാണുന്ന രൂപത്തെ കൈക്കൊണ്ടുടൻ മായയാ സർവരെയും മോഹിപ്പിച്ചന്തർധാനം ചെയ്യും. നിൻ പുത്രീഭാവം ഈ വണ്ണം സന്ധ്യജിക്കും. ഇത്തരമരുൾ ചെയ്തു ലോകമാതാവാം ദേവി. സത്വരം ദക്ഷൻ കാണത്തത്രൈവം അറിഞ്ഞതു. തദനന്തരം ദക്ഷൻ സ്വപുരം സംപ്രാപിച്ചു. ചതുരാനനോടി വിവരം ധരിപ്പിച്ചു. സുഹൃതം ചെയ്തോർക്കേറ്റം സുഖകമേകുന്ന സാക്ഷാൽ പ്രകൃതി ദക്ഷപ്രിയ ഗർഭസ്ഥയായി പിന്നെ നക്ഷത്രനാഥ ചാരുവക്രയാം പ്രസൂതിയ ദക്ഷകേകിനി സർവസൽഗുണ നികേതന. പുത്രിയെ പ്രസവിച്ചു സുദിനത്തിങ്കൽ ശിവവക്രയാക്കിടാവട്ടു കൈകളുള്ളവളല്ലോ. പുല്ലേന്തി വരചാരു ലോചനാചന്ദ്രകോടി തുല്യഭാസർണമന്ന പ്രകൃതി പുനാപര ശ്രീമഹാദേവിയേവം സംജാതയായ നേരം പൂമഴ പെയ്തു പാരം മുഴങ്ങി ദന്തുഭികൾ. ദിക്കുകൾ തെളിഞ്ഞതു ദക്ഷൻ വന്നാസു ദർശിച്ചുൾക്കൊണ്ടാമോദത്തോടും നടത്തി മഹോത്സവം. വേണ്ടത്തക്കവരോടും ഒന്നിച്ച 10 ദിനം കൊണ്ടാടി സതിയെന്ന് പുത്രിക്ക് പേരിട്ടിതു. ശരൽക്കാലത്തിൽ ചാരു ചന്ദ്രിക എന്ന പോലെ സുരവാഹിനി വർഷകാലത്തിലെന്ന പോലെ തെളിഞ്ഞു ദിനം പ്രതി ദക്ഷനന്ദിനി നന്നായി വളർന്നു കാണുന്നവർക്കാനന്ദം ജനിപ്പിച്ചു. താരുണ്യം നന്ദിനിക്ക് വന്നപ്പോ ദക്ഷൻ ചിത്തതാരിലീ വണ്ണം ചിന്തിച്ചിടിനാനൊരു ദിനം. പരമേശ്വരി സാക്ഷാൽ പ്രകൃതി ഭഗവതി വരദാ ജഗദാദ്യ മമ നന്ദിനി നൂനം പരമേശ്വര പത്നിയായി ഭവിക്കുന്നതാണെന്നരുളി ചെയ്തുവല്ലോ പരദേവത പണ്ടേ. മറിച്ചാക്കണമെന്നായതെന്നോർത്ത് വേല ചെയ്താൽ കുറച്ചും സാധിക്കുന്ന കാര്യമല്ലത് ന്യൂനം. രുദ്രന്മാരെല്ലായ്പ്പോഴും എന്റെ കൽപ്പന കേട്ടു വർത്തിപ്പോർ ഗിരീശാംശ സംഭവന്മാരാകുന്നു. അങ്ങനെയിരിക്കെ അശ്വിനിയെ വരുത്തി ഞാൻ മംഗളാംഗിയാമെന്റെ മകളെ കൊടുക്കാമോ? വളരെ പോരായ്മയും ഞാവിധം ചെയ്തു പോയാൽ ഉളവാമൊരിക്കലും ഞാനത് ചെയ്യുകയില്ല. സർവനെ വരുത്തനെ കൂടാതെ മറ്റ് സർവഗീർവാണ ദൈത്യ ഗന്ധർവാദ്യരെ ക്ഷണിച്ചു ഞാൻ ഇങ്ങാശു വരുത്തിയിട്ടു നല്ലൊരു സഭ കൂട്ടി. ഭംഗിയായി സ്വയംവരം നടത്താനുദ്യമിക്കാം. പിന്നെന്ത് ഭവിക്കുമോ ദൈവത്തിനറിഞ്ഞിടാം. വന്നോട്ടെ വരും പോലെ
ഞാനിതേ ചെയ്യുകയുള്ളൂ.